നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കളമൊരുക്കാൻ ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ അല്പസമയത്തിനകം കേരളത്തിൽ എത്തും. നിതിൻ നബീൻ എത്തുന്നത് 2 ദിവസത്തെ സന്ദർശനത്തിനായി. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള പ്രാഥമിക ചർച്ചകൾ ദേശീയ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ നടക്കും. ബി.ജെ.പി. നേതൃയോഗത്തിലും എറണാകുളം, തൃശൂർ ജില്ലകളിലെ വിവിധ പരിപാടികളിലും നിതിൻ നബീൻ പങ്കെടുക്കും. കൊച്ചിയിൽ നിന്നും അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, ബി.ജെ.പിയുടെ 12ാമത് ദേശീയ അധ്യക്ഷനായി അടുത്ത കാലത്താണ് നിതിൻ നബീൻ ചുമതലയേൽക്കുന്നത്. അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യത്തെ കേരള സന്ദർശനമാണ്. അതും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ. എത്രത്തോളം ഉജ്ജ്വലമായ സ്വീകരണമാണ് കേരളം അദ്ദേഹത്തിന് നൽകാൻ പോകുന്നത്? ഗൗതം, തീർച്ചയായിട്ടും ആവേശോജ്വലമായ സ്വീകരണമാണ് ഇപ്പോൾ കേരളത്തിൻ്റെ മണ്ണിൽ ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷന് നൽകാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഒരു 1:40 തന്നെ അദ്ദേഹത്തെ ഈ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് അദ്ദേഹം എത്തിച്ചേരും എന്നുള്ളതാണ്. അതിനുശേഷം പുറത്ത് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള സ്വീകരണത്തിനാണ് ഒരുങ്ങുന്നത്. ഏതായാലും ഒരുക്കങ്ങളൊക്കെ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും നിതിൻ നബീൻ ചുമതലയേറ്റതിന് ശേഷം ആദ്യമായിട്ടാണ് അദ്ദേഹം കേരളത്തിലേക്ക് എത്തുന്നത് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. മാത്രമല്ല, നമുക്കറിയാം കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. ബി.ജെ.പി. ഏതായാലും അതിൽ ഒരു മുളം മുന്നേ തന്നെയാണ്. കാരണം നമുക്കറിയാം, നേരത്തെ ബി.ജെ.പിയുടെ മുൻ ദേശീയ അധ്യക്ഷനും അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ അമിത്ഷാ കേരളത്തിലേക്ക് എത്തിയിരുന്നു. അതിന് ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേരളത്തിലേക്ക് എത്തുകയും തിരുവനന്തപുരത്ത് എത്തുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഏതായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ നിതിൻ നബീൻ കൂടി കേരളത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. ഏതായാലും 1:40 വിമാനം ഇറങ്ങുന്ന അദ്ദേഹത്തിന് 1:45 ഞാൻ നിൽക്കുന്ന എയർപോർട്ടിന് മുന്നിൽ ആവേശോജ്വലമായ സ്വീകരണം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ബി.ജെ.പി. നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. 2 മണിക്ക് സംസ്ഥാന കോർ കമ്മിറ്റി യോഗം എയർപോർട്ടിന് മുൻവശത്ത് തന്നെയുള്ള താജിൽ വെച്ച് നടക്കുമെന്നുള്ളതാണ്. ഒപ്പം ആലപ്പുഴ, എറണാകുളം ജില്ലകളിലെ ബൂത്ത് അധ്യക്ഷ സമ്മേളനം 3:30 അങ്കമാലിയിലെ അഡ്ലക്സ് കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടക്കും. അതുപോലെ തന്നെ ജില്ലാ പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവരുടെ മീറ്റിംഗ് പാലാരിവട്ടം റിനയിൽ വൈകിട്ട് ഒരു 5 മണിയോടുകൂടി നടക്കും. അതിനുശേഷം 7 മണിയോടുകൂടി കൊച്ചിയിലെ പ്രാന്ത കാര്യാലയത്തിൽ അദ്ദേഹം സന്ദർശിക്കും. ശേഷം സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ മറ്റ് പ്രമുഖരുമായുള്ള കൂടിക്കാഴ്ച താജിൽ വെച്ച് തന്നെ വൈകിട്ട് ഒരു 8:30 നടക്കും എന്നുള്ളതാണ് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങൾ എന്നുള്ളതാണ്. ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അദ്ദേഹത്തിന് എയർപോർട്ടിൽ എല്ലാ തരത്തിലുള്ള സ്വീകരണവും നൽകുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ബി.ജെ.പിയുടെ ഭാഗത്തു നിന്ന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു വന്നതുപോലെ തന്നെ ഈ സന്ദർശനം രാഷ്ട്രീയപരമായിട്ട് വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളതിൽ സംശയമേ ഇല്ല എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, ഈ സന്ദർശനം എന്ന് പറയുമ്പോൾ കേരളം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വീണ്ടും കടക്കാനിരിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് 11ഓളം മണ്ഡലങ്ങളിലാണ്, നിയമസഭാ മണ്ഡലങ്ങളിലാണ് ബി.ജെ.പി. 1ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതിനൊപ്പം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും വലിയ മികച്ച മുന്നേറ്റമാണ് ബി.ജെ.പി. നടത്തിയിട്ടുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചരിത്രത്തിൽ ആദ്യമായി ഭരണത്തിലെത്താൻ കഴിഞ്ഞു. തൃപ്പൂണിത്തറ നഗരസഭയിൽ ഭരണത്തിലേറാൻ കഴിഞ്ഞു. അതിനൊപ്പം തന്നെ പാലക്കാട് നഗരസഭയിൽ തുടർച്ചയായി 3ാമതും അധികാരത്തിലെത്താൻ കഴിഞ്ഞു. കൂടുതൽ നിരവധി പഞ്ചായത്തുകളിൽ ഭരണത്തിലെത്തുന്ന സ്ഥിതിയും ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി എന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ദേശീയ അധ്യക്ഷൻ കൂടെ എത്തുമ്പോൾ കൂടുതൽ മുന്നേറ്റം നടത്താൻ കഴിയും എന്നുള്ളതാണ്. എൻ്റെ കൂടെ ഇപ്പോൾ സാനു കെ സജീവ് കൂടെയുണ്ട്. സാനു, ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ അങ്ങനെ കേരളത്തിലേക്ക് വരികയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ രാഷ്ട്രീയപരമായിട്ടും ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സന്ദർശനം കൂടെയല്ലേ അദ്ദേഹത്തിൻ്റെത്? തീർച്ചയായിട്ടും അരുൺ, അതായത് വളരെയേറെ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള സന്ദർശനം തന്നെയാണ് ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ്റെ എന്ന് പറയാം. കാരണം ആസന്നമായിരിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. ലക്ഷ്യം വയ്ക്കുന്നത് വലിയ മുന്നേറ്റമാണ്. ആ വലിയ മുന്നേറ്റത്തിന് നാന്ദി കുറിക്കുന്ന, അതിന് തുടക്കം കുറിക്കുന്ന ഒരു സന്ദർശനം കൂടിയാണ്. കാരണം അദ്ദേഹം ദേശീയ അധ്യക്ഷനായതിനു ശേഷം ആദ്യമായിട്ടുള്ള സന്ദർശനം അത് കേരളത്തിൻ്റെ മണ്ണിലേക്ക് എത്തുമ്പോഴത്തേന് അത് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സന്ദർശനമാണ്. ഇടതോട്ടോ വലതോട്ടോ എന്നുള്ള ഒരു കാര്യങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കേരളത്തിൽ നടന്നിട്ടുള്ളത്. അതിൽ നിന്നും വിഭിന്നമായിക്കൊണ്ട് നേരെ മുന്നോട്ട് എന്നുള്ളൊരു സന്ദേശം കൂടെ കൊടുക്കുന്നതാണ് ഇക്കുറി ഈ ഒരു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഈ സന്ദർശനം എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. കാരണം ഇന്ന് കൊച്ചിയിലാണെങ്കിൽ നാളെ അത് തൃശ്ശൂരാണ്. തൃശ്ശൂർ കേരളത്തിൻ്റെ രാഷ്ട്രീയ മാറ്റത്തിന് തുടക്കം കുറിച്ചൊരു ജില്ലയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി മിന്നും വിജയം നേടിയിട്ടുള്ള ഒരു ജില്ല കൂടിയാണ് തൃശ്ശൂർ. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 നിയമസഭാ മണ്ഡലങ്ങളിലും വലിയ ഭൂരിപക്ഷത്തോടു കൂടി അവിടെ സുരേഷ് ഗോപി വിജയം നേടിയപ്പോൾ അത് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഒരു മാറ്റം കുറിക്കുന്ന
ആവർത്തിക്കുന്ന ഒരു സംഭവമായിരുന്നു. അത് തന്നെ ആവർത്തിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് സംവിധാനങ്ങൾ ഒരുക്കുക, അതിന് സംഘടനയെ ഒരുക്കുക, അതിന് സംഘടനാ സംവിധാനങ്ങളെ കുറ്റമറ്റതാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി അവർക്കൊരു ആവേശം നൽകാൻ, അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ദിശാബോധം നൽകാൻ കൂടിയുള്ളൊരു സന്ദർശനം തന്നെയാണ് ദേശീയ അധ്യക്ഷന്റെ എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. മാത്രമല്ല വേറൊരു കാര്യം കൂടി ഉള്ളത്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരുപാട് നേതാക്കൾ BJP-യിലേക്ക് വരുന്നു. മുന്നണികൾ 2020 പോലുള്ള പാർട്ടികൾ NDA മുന്നണിയിലേക്ക് വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു തന്ത്രങ്ങൾ മെനയുക എന്നുള്ളത് കൂടെ ഈ സന്ദർശനത്തിന്റെ ഭാഗമാവാനുള്ള സാധ്യത തന്നെയല്ലേ നമുക്ക് കാണാൻ സാധിക്കുന്നത്? തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അത് തന്ത്രങ്ങളുടെ ഒരു പടപ്പുറപ്പാട് പോലെയാണ്. കാരണം അതായത് ഞാൻ അല്പം മുമ്പ് സൂചിപ്പിച്ച പോലെ ഇടത് വലത് മുന്നണികൾ കൃത്യമായി മത്സരം നടത്തിയല്ലേ അവർ വിജയിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ട് നേരെ മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു നേർരേഖയിലേക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കലാണ്. അതിപ്പം തീർച്ചയായിട്ടും ഈ പാർട്ടി സംവിധാനങ്ങളെ ഒരുക്കുന്നതിനൊപ്പം തന്നെ കൂടുതൽ മുന്നണികളെ അല്ലെ കൂടുതൽ പാർട്ടികളെ, ചെറു പാർട്ടികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് NDA കൂടി വിപുലീകരിച്ചുകൊണ്ട് അവർക്ക് അർഹമായിട്ടുള്ള ഒരു പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളത് തന്നെയായിരിക്കണം BJP ലക്ഷ്യം വയ്ക്കുന്നത്. അതിനുകൂടിയുള്ള ഒരു തന്ത്രമനയിൽ അല്ലെ അതിനൊരു സംവിധാനം ഒരുക്കൽ അല്ലെ അതിനൊരു കളമൊരുക്കൽ കൂടിയാവണം ഈ തെരഞ്ഞെടുപ്പിന്. ഏകദേശം 2 മാസങ്ങൾ 10-60 ദിവസം മാത്രം ബാക്കി നിൽക്കെ, ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് വളരെ കുറച്ച് നാളുകൾ മാത്രം ശേഷിക്കെ ഈ ഒരു സന്ദർശനം അത് വളരെയേറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു സന്ദർശനമാണ്. അത് സംഘടനയെ ഒരുക്കുക, അതേപോലെ തന്നെ പ്രവർത്തകർക്ക് ആവേശം നൽകുക, പ്രവർത്തകർക്ക് കൃത്യമായിട്ടുള്ളൊരു നിർദ്ദേശം കൊടുക്കുന്നതിന് കൂടിയുള്ള വേദി കൂടിയായിരിക്കും എന്ന് തന്നെയുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് തന്നെയാണ്. ഏതായാലും അത്തരത്തിലൊരു കളമൊരുക്കുക എന്നുള്ളത് തന്നെയാണ് ദേശീയ അധ്യക്ഷന്റെ വരവിലെ ഉദ്ദേശം എന്നുള്ളതാണ്. മാത്രമല്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായിട്ടാണ് കേരളത്തിൽ എത്തുന്നത്. ബീഹാറിൽ വലിയ രീതിയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ്. 4 ടേം MLA ആയിരുന്നു അവിടെ. അതുമാത്രമല്ല അവിടുത്തെ മന്ത്രിസഭയിൽ ഉൾപ്പെടെ ഭാഗവാക്കായിരുന്നു. അങ്ങനെ കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള മാധ്യമങ്ങൾ BJP-യുടെ തലപ്പത്തേക്ക് ആരെത്തും എന്നുള്ളതിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പല പേരുകളും പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്താണ്. ആരും പ്രതീക്ഷിക്കാത്തൊരു പേര്, ഒരു വ്യക്തി, വളരെ യുവാവായിട്ടുള്ള ചെറുപ്പക്കാരനായ വ്യക്തി BJP-യുടെ തലപ്പത്തേക്ക് എത്തുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഏതായാലും നിതിൻ നബീൻ അദ്ദേഹം ഏതൊക്കെ തരത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റെ ആ സംഘാടന മികവ് പയറ്റാൻ പോകുന്നത് എന്നുള്ളത് ഏതായാലും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അത് നിർണായകമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം കൂടുതൽ ഇവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള സാധ്യത വളരെയധികമുണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഒപ്പം തന്നെ നമുക്ക് തൃശ്ശൂരിലാണ് അദ്ദേഹം നാളെ. അപ്പോൾ തൃശ്ശൂരിൽ എന്തൊക്കെയാണ്, സാനു തൃശ്ശൂർ ജില്ലയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വ്യക്തി കൂടെയാണ്. അപ്പം അവിടെ എന്തൊക്കെയാണ് പ്രോഗ്രാമുകൾ അദ്ദേഹത്തിന് ഉള്ളത്? തീർച്ചയായിട്ടും തൃശ്ശൂരിൽ ഞാൻ അല്പം മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ വലിയ രാഷ്ട്രീയ മാറ്റത്തിനൊക്കെ കളമൊരുങ്ങിയ ഒരു മണ്ണാണ് തൃശ്ശൂർ. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ അതീവ പ്രാധാന്യം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ട്. ഗുരുവായൂർ ഒഴികെ ബാക്കി 6 നിയമസഭാ മണ്ഡലങ്ങളിലും കൃത്യമായിട്ടുള്ള മേൽക്കൈ നേടിക്കൊണ്ട് അല്ലെ ഭൂരിപക്ഷം നേടിക്കൊണ്ടാണ് BJP കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ വിജയിച്ചത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ളൊരു അതായത് ബഡ്ജറ്റ് ചർച്ച, അതായത് ഈ കഴിഞ്ഞ കേന്ദ്ര ബഡ്ജറ്റിൽ എന്തൊക്കെയാണുള്ളത്, അത് ഏതൊക്കെ തരത്തിലാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് എന്നുള്ള വിഷയത്തെക്കുറിച്ചായിരിക്കും അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പൊതുപരിപാടി നടക്കുക. അതിനുശേഷം BJP ഓഫീസിലാണ് പിന്നീടുള്ള പരിപാടികളൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത്. അതിന് ഷെഡ്യൂൾ തയ്യാറാക്കിയിട്ടുള്ളത്. BJP ഓഫീസിൽ നടക്കുന്ന പരിപാടി അതായത് തൃശ്ശൂർ നിയോജക മണ്ഡലത്തിലെ ശക്തി കേന്ദ്ര ഇൻചാർജുമാരുടെ യോഗമാണ്. അത് കൃത്യമായിട്ടുള്ളൊരു തൃശ്ശൂർ ജില്ലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 ജില്ലകൾ ഉൾപ്പെടുന്ന സംഘടനാ ജില്ലകൾ 3 ജില്ലകളായിട്ട് തിരിച്ചിട്ടുള്ളൊരു പ്രദേശം കൂടിയാണ് തൃശ്ശൂർ റവന്യൂ ജില്ല എന്ന് പറയുന്നത്. അതിൽ ഈ പ്രദേശങ്ങളിൽ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ശക്തി കേന്ദ്ര ഇൻചാർജുമാരുടെ യോഗം, ആ യോഗത്തിലായിരിക്കും കൃത്യമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ എന്ത് എന്നുള്ളൊരു ചോദ്യത്തിനൊരു ഉത്തരം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു കാര്യത്തിലുള്ളൊരു നിർദ്ദേശമൊക്കെ ഉണ്ടാവാൻ പോകുന്ന ഒരു യോഗമാണ്. അതുകൊണ്ട് തന്നെ ആ യോഗങ്ങളൊക്കെ വളരെ നിർണായകമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് സംഘടനയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഒരു ദിവസമാണ് നാളെ. അത് തൃശ്ശൂർ ജില്ലയ്ക്കും നിർണായകമാണ്. ഒപ്പം തന്നെ ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ച, അത് സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള പ്രമുഖ വ്യക്തികളെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ചർച്ചയാണ് ആദ്യം വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിനുശേഷമായിരിക്കും സംഘടനാ തലത്തിലുള്ള ചർച്ചകളും മറ്റ് യോഗങ്ങളും ഒക്കെ നടക്കുക. അതുതന്നെയാണ്. ഏതായാലും ഇന്നിപ്പോൾ ഒരു 1:40 അദ്ദേഹം ഞങ്ങൾ നിൽക്കുന്ന ഈ എയർപോർട്ടിലേക്ക് എത്തിച്ചേരും. അതിനുശേഷമായിരിക്കും ഇവിടെ വലിയ രീതിയിലുള്ള സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം കോർ കമ്മിറ്റി യോഗത്തിലേക്ക് കടക്കും. നേരത്തെ പറഞ്ഞതുപോലെ കോർ കമ്മിറ്റി യോഗത്തിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തന്ത്രങ്ങൾ ഉൾപ്പെടെ ഏതായാലും ചർച്ചയാവും എന്നുള്ളതിൽ സംശയമില്ല. അതിനുശേഷം അങ്കമാലിയിലെ അഡ്ലക്സ് കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചാണ് അദ്ദേഹം ബൂത്ത് ഇൻചാർജുമാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. അവിടെ അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയുക എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്. കാരണം നമുക്കറിയാം അദ്ദേഹം അന്ന് ഇറങ്ങുന്ന ഈ പശ്ചാത്തലം എന്നുള്ളത് രാഷ്ട്രീയപരമായിട്ട് കേരളത്തിൽ ഒരുപാട് വിഷയങ്ങൾ ഉള്ള സമയമാണ്. കാരണം അത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണെങ്കിലും അതല്ലെങ്കിൽ മറ്റ് നിരവധി വിഷയങ്ങൾ, ഈ കേരളത്തിന് എയിംസ് നൽകിയില്ല എന്നൊക്കെ തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ വലിയ രീതിയിൽ കൊണ്ടുപിടിച്ചുകൊണ്ട് ഇടത് കേന്ദ്രങ്ങളിൽ നിന്നും മറ്റുമൊക്കെ നടത്തുന്ന ഒരു പശ്ചാത്തലമുണ്ട്. പക്ഷേ പലതരത്തിലുള്ള ഒരുപാട് കേന്ദ്ര പദ്ധതികൾ സംസ്ഥാനത്തിൻ്റെ പിടിപ്പുകോട് കൊണ്ടാണ് കേരളത്തിന് ലഭിക്കാതെ പോയത് എന്നുള്ളൊരു സത്യം മറ്റൊരു വശത്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ PMC
കുടുംബശ്രീ ഉൾപ്പെടെയുള്ള പദ്ധതികൾ എന്തുകൊണ്ട് കേരളത്തിന് അതിൻ്റെ പ്രയോജനം ലഭ്യമായില്ല തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിലൊക്കെ അദ്ദേഹം സംസാരിക്കുമോ, അതുപോലെ തന്നെ കേരളത്തിലെ രാഷ്ട്രീയപരമായിട്ടുള്ള ഓരോ വിഷയങ്ങളിലും അദ്ദേഹത്തിൻ്റെ പ്രതികരണം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഉണ്ടാവുമോ എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധേയമാണ്. ഏതായാലും ഇന്ന് അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ നമുക്ക് അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത, അദ്ദേഹം എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുകയാണ്. കേരളം ഒന്നടങ്കം ഈ BJPയുടെ ദേശീയ അധ്യക്ഷൻ കേരളത്തിൻ്റെ മണ്ണിലേക്ക് വരുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള തന്ത്രങ്ങളാണ് അദ്ദേഹം ആവിഷ്കരിക്കാൻ പോകുന്നത് എന്നുള്ളത് ഉറ്റുനോക്കുന്ന സാഹചര്യം തന്നെയാണ്. മുമ്പ് നമുക്കറിയാം BJPയുടെ ദേശീയ അധ്യക്ഷനായിട്ട് ചുമതലയുണ്ടായിരുന്ന അമിത്ഷാ കേരളത്തിലേക്ക് എത്തുന്ന അദ്ദേഹത്തിൻ്റെ ഓരോ സന്ദർശന സമയത്തും അത് രാഷ്ട്രീയപരമായിട്ട് ഈ മണ്ണിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇളക്കങ്ങൾ അത് ഏതൊക്കെ തരത്തിൽ ഇവിടെ ഉഴുതുമറിച്ചു എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏതായാലും BJPയെ സംബന്ധിച്ചിടത്തോളം കേരളം ഒരു ബാലികേറാ മലയല്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം നേരത്തെ സാനു പറഞ്ഞതുപോലെ തന്നെ തൃശ്ശൂരിലെ മണ്ണിൽ BJPക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 നിയമസഭാ മണ്ഡലങ്ങളിലും BJPക്ക് ഒന്നാം സ്ഥാനത്തേക്ക് എത്താനോ അല്ലെങ്കിൽ മുന്നേറ്റം നടത്താനോ കഴിഞ്ഞു എന്നുള്ളൊരു സാഹചര്യമുണ്ട്. കേരളത്തിലെ ഒട്ടുക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിലെ ഒരു ഫലം പരിശോധിക്കുന്ന സമയത്ത് 11ഓളം മണ്ഡലങ്ങളിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രം നടത്താൻ കഴിഞ്ഞു എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. അതിൽ തന്നെ തിരുവനന്തപുരത്താണെങ്കിലും അതുപോലെ തന്നെ പാലക്കാട്, കാസർഗോഡ്, ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിലൊക്കെ നടത്തിയിട്ടുള്ള മുന്നേറ്റം അത് വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് എന്നുള്ളതിൽ സംശയമേ ഇല്ല. ഒപ്പം തന്നെ മറ്റൊരു കാര്യമുള്ളത്, നമുക്ക് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. ആ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്ക് അനായാസം അധികാരത്തിലെത്താൻ കഴിഞ്ഞു എന്നുള്ളതുണ്ട്. അതുപോലെ തന്നെ അവിടെ മേയറായി VV രാജേഷ് ചുമതല ഏറ്റെടുത്തതിന് ശേഷം നടത്തുന്ന പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഓരോ പദ്ധതികൾ, അത് തെരുവുനായ ശല്യം ഉൾപ്പെടെ നിയന്ത്രിക്കുന്നതിനൊക്കെ വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഉൾപ്പെടെ വലിയ കയ്യടി നേടുന്ന ഒരു സാഹചര്യം കൂടെ നിലവിലുണ്ട് എന്നൊരു സാഹചര്യം കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റമാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റമാണെങ്കിലും BJPയെ സംബന്ധിച്ചിടത്തോളം BJP പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശം അവരിൽ സൃഷ്ടിക്കുന്നുണ്ട്. ഏതായാലും നിയമസഭയിലേക്ക് വരുമ്പോൾ കൂടുതൽ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് BJP പ്രവർത്തകർക്ക് ഒരു ആത്മവിശ്വാസമുണ്ട്. ആ ആത്മവിശ്വാസത്തിന് കൂടുതൽ അവർക്ക് ഇന്ധനം പകരുക എന്നുള്ളത് തന്നെയായിരിക്കണം BJP ദേശീയ അധ്യക്ഷൻ്റെ വരവിലെ പ്രധാന ഉദ്ദേശം. ഏതായാലും 1:40 അദ്ദേഹം കൊച്ചിയിലെ നെടുമ്പാശ്ശേരിയിലെ വിമാനത്താവളത്തിലേക്ക് എത്തിച്ചേരും. ഓക്കെ, അരുൺ, സാനു. BJPയുടെ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ 1:30 വിമാനത്താവളത്തിലെത്തുന്നത്. ആ ഘട്ടത്തിൽ വീണ്ടും നിങ്ങളിലേക്ക് രണ്ടുപേരിലേക്കും ഒപ്പം നമ്മുടെ നിരവധി റിപ്പോർട്ടർമാർ നിതിൻ നബീൻ്റെ കേരള സന്ദർശനത്തെ വളരെ കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ തയ്യാറാണ്. അദ്ദേഹം കേരളത്തിൽ എത്തുന്ന ഘട്ടത്തിൽ നമുക്ക് ഈ വാർത്തയിലേക്ക് തിരിച്ചെത്താം. അരുൺ ആലത്തൂരും സാനു കെ സജീവുമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും ചേർന്നത്.